നമസ്കാരം. ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. മറ്റൊന്നുമല്ല, ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിലവിലെ എംപിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയും കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധിയും പരസ്പരം ഏറ്റുമുട്ടുന്നു, അല്ലെങ്കിൽ അവർ ഒരേ ദിവസം തന്നെ അമേഠിയിൽ എത്തുന്നു എന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധിയും അമേഠിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരേ ദിവസം തന്നെ, ഏകദേശം ഒരേ സമയം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുവരും യാത്രകളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മൃതി ഇറാനി ഇനി ഒരു 3 ദിവസം കൂടി അമേഠിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് BJPയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അവർ ജനസമ്പർക്ക പരിപാടിയിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യും. എന്നാൽ ഇന്നലെ അമേഠിയിൽ നടന്ന മറ്റൊരു രംഗമുണ്ട്. മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധി ഒരു 15 കൊല്ലത്തോളം, ഏകദേശം 1.5 പതിറ്റാണ്ടോളം പ്രതിനിധീകരിച്ച അമേഠിയിലേക്ക് തിരികെ മടങ്ങിയെത്തിയപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി ഗോ ബാക്ക് എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർന്നു കേട്ടിരുന്നു. BJP പ്രവർത്തകരാണ് ഇതിന് കുട പിടിച്ചത് എങ്കിൽ പോലും അമേഠിയിലെ സാധാരണക്കാരായ ജനങ്ങളും ഇതിന് പിന്നിൽ അണിനിരന്നു എന്നുള്ളത് ഇനി ഒരിക്കലും ഗാന്ധി കുടുംബത്തിന് അമേഠിയിൽ തിരികെ വരാൻ സാധിക്കില്ല എന്നതിന്റെ പ്രത്യക്ഷമായ സൂചന നൽകുന്നുമുണ്ട്. എന്തായാലും തിരിച്ചു പോകൂ എന്ന് അമേഠിക്കാർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സ്വീകരണം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വല്ലാതെ അസ്വസ്ഥമാക്കുന്നുമുണ്ട്. നിലവിൽ എന്തായാലും ഭാരത് ജോഡോ യാത്രയിലും സജീവമായ ഒരു ജനപങ്കാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് കോൺഗ്രസിന്റെ ഏതാനും പ്രവർത്തകർ മാത്രമാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. അതേസമയം തന്നെ സ്മൃതി ഇറാനി നയിച്ച യാത്രയിലാവട്ടെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. തീർച്ചയായും ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഒരു പരിച്ഛേദം കൂടി രാജ്യത്തിന് കാണിച്ചു തരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.